Hello my dears, I'm here with the new video based on second semester BA BSc BCom paper English Grammar Usage and Writing. Today I'll be dealing with auxiliary verbs. So what do you mean by an auxiliary verb? Auxiliary verbs are also called supporting verbs and form a major part of the group of verbs in the English language, and they basically help the main verbs in sentence formation by assisting them to indicate the different persons, numbers, moods, voices and tenses. They always come before the main verb. All questions carry at least one auxiliary verb, and the important thing related with auxiliary verbs are they help the main verbs to form the tenses, the passive voice, etc. Auxiliary verbs എന്ന് പറഞ്ഞാൽ സഹായക ക്രിയകളാണ്. പേരിലെ ഒരു ഹെൽപ്പിംഗ് ഉണ്ട് അല്ലെ, ഒരു സഹായമുണ്ട്. സോ പേര് പോലെ തന്നെ ഇവ സഹായക ക്രിയകളാണ്. ഒരു സെന്റൻസ് ഏത് ടെൻസിലാണ്, അതിന്റെ പാസീവ് വോയിസ് ഏതൊക്കെയാണ് എന്ന് അറിയുവാനായിട്ടാണ് ഓക്സിലറി വേർബ് നമ്മളെ സഹായിക്കുന്നത്. ഇവയുടെ കൂടെ എപ്പോഴും ഒരു മെയിൻ വേർബ് ഉണ്ടായിരിക്കും. രണ്ട് ടൈപ്സ് ഓഫ് ഓക്സിലറി വേർബ്സ് ആണുള്ളത്: പ്രൈമറി ഓക്സിലറി വേർബ്സ് ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്. ദ ഫോളോയിങ് ഇസ് ദി ലിസ്റ്റ് ഓഫ് ദി ഓക്സിലറി വേർബ്സ്. Group 1 shows is, am, are, was, were included in the be family. Then do, does, did, do verbs. Have, has, had, have verbs. And group 2, will, would, shall, should, can, could, may, might, must, ought to, need, dare, used to and have to. The verbs mentioned in group 1 are called primary auxiliaries, and those given under group 2 are called മോഡൽ ഓക്സിലിയറീസ്. സോ പ്രൈമറി ഓക്സിലിയറീസ് എന്ന് പറയുമ്പം 3 ഫാമിലീസ് ആണ്. ഒന്ന് ബി ഫാമിലി, ഹാവ് ഫാമിലി, ഡു ഫാമിലി. 3 ഫാമിലീസ് ആണ് പ്രൈമറി ഓക്സിലിയറീസിനുള്ളത്. ബി ഫാമിലി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടെൻസിലും പാസീവ് വോയിസിലും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹാവ് ഫാമിലി എന്ന് പറയുമ്പം നമുക്കറിയാം പെർഫെക്റ്റ് ടെൻസസിൽ മാത്രമാണ് ഹാവ് ഫാമിലി യൂസ് ചെയ്യുന്നത്. ഡു ഫാമിലി എന്ന് പറയുന്നത് സിമ്പിൾ ടെൻസുകളിൽ മാത്രമാണ് ഡു ഫാമിലി യൂസ് ചെയ്യുന്നത്. സോ ബി ഫാമിലി പ്രൈമറി ഓക്സിലിയറീസ് 3 ഫാമിലീസ് ആയിട്ടാണുള്ളത്: ബി ഫാമിലി, ഹാവ് ഫാമിലി ആൻഡ് ഡു ഫാമിലി. ഓക്കെ, ബി ഫാമിലിയിലെ ഓക്സിലിയറീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ബി വേർബിലുള്ളവ മാത്രമാണ്, ബി ഫോമിലുള്ളത് മാത്രമാണ് ബി ഫാമിലിയിൽ വരുന്നത്. അതായത് ഈസ്, ആം, ആർ, വാസ്, വയർ. ഇത് ഇത്രയുമാണ് ബി ഫാമിലിയിൽ വരുന്നത്. ഓക്സിലിയറി പ്രൈമറി ഓക്സിലിയറീസ് 3 ഫാമിലീസ് ഉണ്ട്: ബി ഫാമിലി, ഹാവ് ഫാമിലി, ഡു ഫാമിലി. സോ ബി ഫാമിലിയിൽ വരുന്നത് ഈസ്, ആം, ആർ, വാസ്, വെയർ തുടങ്ങിയവയാണ്. കണ്ടിന്യൂസ് ടെൻസിലും പാസീവ് വോയിസസിലും മാത്രമാണ് ബി ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കാണും. പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വാസ് ഓർ വയർ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വിൽ ബി പ്ലസ് ing ഫോം ഓഫ് ദ വേർബ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഓക്സിലറി വേർബ് ഹെൽപ്സ് ദി മെയിൻ വേർബ്സ് ടു ഫോം ദി ടെൻസസ്, പാസീവ് വോയിസസ് എക്സെട്ര എന്ന്. So consider the example: I am writing a letter. I am writing a letter. ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. ഇതില് am എന്ന് പറയുന്ന am helps the main verb write to form the present continuous tense. ഇവിടെ am ആണ് write എന്ന വേർബിനെ, മെയിൻ വേർബിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് എത്തിച്ചത് am എന്ന് പറയുന്ന സഹായക ക്രിയയാണ്. So am is used as a helping verb here. And consider another example: Hamlet was written by Shakespeare, and here was helps the main verb write to form the passive voice. So ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്, ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ടുള്ള ഓക്സിലിയറി വേർബ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ സെഷൻ. ബി ഫാമിലി. ബി ഫാമിലി എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ ഒക്കെയാണ് ബി ഫാമിലിയിലുള്ളത്. ഇതെല്ലാം നമ്മൾ സെന്റൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെന്റൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഓക്സിലിയറി വേർബ് പ്ലസ് മെയിൻ വേർബ്. ഇതാണ് സെന്റൻസിന്റെ സ്ട്രക്ചർ. പ്രസന്റ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ ആം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഐ ആം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ ആം ലേണിംഗ്. സോ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ പ്രസന്റ് ടെൻസിൽ ആം യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഐ എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ്. ആം എന്ന് പറയുന്നതാണ് ഓക്സിലിയറി വേർബ്. ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് ing ഫോം ഓഫ് ദി വേർബ് ആണ്.
സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ എപ്പോഴും ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, രാജു ഈസ് ലേണിംഗ്, രാഹുൽ ഈസ് സ്ലീപ്പിംഗ്, മായ ഈസ് റണ്ണിങ്. സോ ഇതിലെല്ലാം ഒരാളുടെ കാര്യമാണ് പറയുന്നത്. സിംഗുലർ സബ്ജക്ട് വന്നാൽ എപ്പോഴും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ആണ്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ, പ്ലൂറൽ എന്ന് പറയുമ്പോൾ എന്താ, ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടാവും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ആറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നിലധികം. ഇപ്പൊ നവിത ആൻഡ് മുബീന ആർ റണ്ണിങ്. നവിത ഈസ് റണ്ണിങ്, മുബീന ഈസ് റണ്ണിങ്. സോ അതിനെ നവിത ആൻഡ് മുബീന ആർ റണ്ണിങ്. അവിടെ ആറ് വരാൻ കാരണം എന്താണ്, നവിതയും മുബീനയും അവര് രണ്ടുപേരുണ്ട്, അതുകൊണ്ടാണ് അവിടെ ആർ എന്ന് യൂസ് ചെയ്തത്. നവിതയും മുബീനയും രണ്ടുപേരാണ്. സോ ദേ ആർ റണ്ണിങ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ കേസ്. ഈസ്, ആം, ആർ, വാസ്, വെയർ എന്നിവയുടെ യൂസേജ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈസ്, ആം, ആർ യൂസ് ചെയ്യാവുന്നതാണ്. ആകുന്നു എന്നതാണ് ഇവയുടെ അർത്ഥം. അതേസമയം ഈ വേർബിന്റെ പാസ്റ്റ് ഫോംസ് ആണ് വാസും വെയറും. ആയിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഈസിന്റെയും ആമിന്റെയും പാസ്റ്റ് രൂപമാണ് വാസ് ആൻഡ് ആറിന്റെ പാസ്റ്റ് ഫോമാണ് വെയർ എന്ന് പറയുന്നത്. ഐ സബ്ജക്റ്റ് ആയിരുന്നാൽ മാത്രമേ ആം എന്ന വേർബ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേസമയം യു, വി, ദേ. യു എന്നാൽ നീ, നിങ്ങൾ, താങ്കൾ. വി എന്നാൽ ഞങ്ങൾ, നമ്മൾ, നാം. ദേ എന്ന് പറഞ്ഞാൽ അവർ. സോ ഇവയോടൊപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റോ ആണ് എങ്കിൽ ഡോഗ്സ്, ബേർഡ്സ്, ക്രൗഡ് അല്ലേ, ഇതൊക്കെ പ്ലൂറൽ ഫോംസ് ആണ്. സോ അവയുടെ കൂടെ നമ്മൾ എപ്പോഴും ആറ് തന്നെ യൂസ് ചെയ്യണം. അതായത് യുവും വിയും ദേയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആവട്ടെ, അവയൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആർ എന്ന വേർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഐ ഒഴികെയുള്ള ബാക്കി ഏത് സിംഗുലർ രൂപവും ഏത് സിംഗുലർ ഫോംസും സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അതിനോടൊപ്പം ഈസ് എന്ന് പറയുന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഐയുടെ കൂടെ മാത്രമാണ് ആം യൂസ് ചെയ്യുന്നത്. ഐ ഈസ് എന്ന് പറയാറില്ല, ഐ ആം എന്നേ പറയാറുള്ളൂ. ഐ ആം എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ഐ വാസ് എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. യു ആർ എ സ്റ്റുഡന്റ്, താങ്കൾ ഒരു വിദ്യാർത്ഥിയാകുന്നു. യുവിന്റെ കൂടെ അത് സിംഗുലർ ആണ് എങ്കിൽ പോലും നമ്മൾ അവിടെ ആർ എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുന്നത്. യു വെയർ എ സ്റ്റുഡന്റ്, താങ്കൾ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ആൻഡ് ദേ വെയർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികൾ ആയിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം വാസും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം വെയറുമാണ് യൂസ് ചെയ്യുന്നത്. ഐ വാസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിയർ ഐ ഡിനോട്ട്സ് ഞാൻ എന്ന അർത്ഥമാണ് വരുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ കൂടെ വാസ്, ഐ വാസ് ലേണിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് വാസ് വന്നത്. ആൻഡ് മിയ വാസ് ലേണിംഗ്, ഷീ വാസ് സ്ലീപ്പിംഗ്, ഹി വാസ് ഡാൻസിങ്. ഇതെല്ലാം സിംഗുലർ ഫോമിലുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് വാസ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് വന്നത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിലെ പ്ലൂറൽ ഫോംസ് ആണോ ഉള്ളതെങ്കിൽ വാസ് മാറ്റി വെയർ യൂസ് ചെയ്യുന്നു. ദേ വെയർ സ്ലീപ്പിംഗ്, നവിത ആൻഡ് മുബീന വെയർ ഡാൻസിങ്, യു വെയർ സ്ലീപ്പിംഗ്. സോ യു എന്ന സബ്ജക്ട് നമുക്കറിയാം നീ എന്നോ നിങ്ങളെന്നോ മീനിങ്ങിലാണ് യു യൂസ് ചെയ്യുന്നത്. The pronoun you can refers to just one person or more than one person. For example, in the sentence, you are a good boy. Here, you refers to one person only, but we always use a plural form with you. യുവിനോടൊപ്പം എപ്പോഴും നമ്മൾ പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ കേസാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ കേസിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി യൂസ് ചെയ്യാവുന്നതാണ്. ഐ വിൽ ബി ഡാൻസിങ് ടുമോറോ, ഹി വിൽ ബി ഡാൻസിങ് ടുമോറോ, മായ ആൻഡ് മിയ വിൽ ബി ഡാൻസിങ് ടുമോറോ. ഇവിടെ മായ ആൻഡ് മിയ രണ്ടുപേരുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും ശ്രദ്ധിക്കേണ്ട. വിൽ ബി ഡാൻസിങ് ടുമോറോ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇവിടെയെല്ലാമാണ് ബി ഓക്സിലറി യൂസ് ചെയ്യുന്നത്. I am a girl. They are teachers. She is beautiful. ഇവിടെയും ഈസും ആമും ആറും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഈ സെന്റൻസുകൾ ഏത് ഫോമിലുള്ളതാണ്? ഐ ആം എ ഗേൾ എന്നാണ്. സോ ഇവിടെ ഈസും ആറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. പക്ഷെ ഇവയൊന്നും ഇവിടെ ഓക്സിലറി വേർബ് അല്ല. ഇവിടെ ഐ ആം എ ഗേളിൽ ആം ഉണ്ട്, പക്ഷെ ഇവിടെ ആം എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബ് ആയിട്ടല്ല, മെയിൻ വേർബ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇതിനെ നമുക്ക് ഓക്സിലറി വേർബ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. കൺസിഡർ ദീസ് എക്സാമ്പിൾ. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ.
I am reading a poem. They are watching TV. He was working in a bank. So here the be verbs are not used in the above sentence as main verbs. ഈ ഒരു കേസിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിന്റെ കേസിൽ മെയിൻ വേർബ് ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്. They are used only as helping verbs. They help the verbs write, read, watch, walk and talk to form the continuous tense form. When used in this way, the be verbs are called auxiliary verbs. Supporting verbs ആയിട്ട് be verbs വരുമ്പോഴാണ് അതിനെ നമ്മൾ auxiliary verbs എന്ന് പറയുന്നത്. Consider another example. She is told to be quiet. I am invited to attend a function. We are accommodated at the new hostel. He was given a new pair of shoes. So in these sentences, the be verbs are used as auxiliaries. Helping verbs ആയിട്ടാണ് ഇവിടെ be verbs നെ യൂസ് ചെയ്തിട്ടുള്ളത്. They help to form the passive voice. ഇവിടെ passive voice ഫോം ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. We use be verbs to form the continuous tenses and passive voice. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ be verbൽ വരുന്നതാണ് is, am, are, was, were എന്നൊക്കെ ഉള്ളത്. സോ ഇവ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടെൻസ് ഫോം ചെയ്യുവാനും പാസീവ് വോയിസ് ഫോം ചെയ്യുവാനുമാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പ്രൈമറി ഓക്സിലിയറീസിന് 3 ഫാമിലീസ് ആണ് ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞു. ബി ഫാമിലി, ഹാവ് ഫാമിലി ആൻഡ് ഡു ഫാമിലി. ബി ഫാമിലിയിലെ ഈസ്, ആം, ആർ, വാസ്, വെയർ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നൗ ഇറ്റ് ഇസ് ഹാവ് ഫാമിലി. ഹാവ് എന്ന് പറയുന്ന ഫാമിലിയിലുള്ള വേർബ്സ് ഹാസും ഹാവും ഹാഡുമാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കേസിലാണെങ്കിൽ ഹാവും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കേസിൽ ഹാഡും, ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കേസിൽ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. സെന്റൻസ് സ്ട്രക്ചർ പ്രസന്റ് പെർഫെക്റ്റിൽ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഓക്സിലിയറി ഹാസ് ആണ്. എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യാറുള്ളൂ. ഷീ ഹാസ് റിട്ടൺ ദ നോവൽ. എക്സാമ്പിൾ, ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസിന്റെ കൂടെ തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്തത്. ഇനി പ്ലൂറൽ ആണെങ്കിൽ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാവ് ഈസ് യൂസ് വിത്ത് പ്ലൂറൽ സബ്ജക്ട് ആൻഡ് ഓൾസോ വിത്ത് ദി പ്രൊനൗൺസ് ഐ ആൻഡ് യു. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും വിയുടെ കൂടെയും ദയുടെ കൂടെയും നമ്മൾ ഹാസ് അല്ല യൂസ് ചെയ്യുന്നത്, ഹാവ് ആണ്. ഐ ഹാസ് എ പെൻ എന്ന് പറയില്ല, തെറ്റാണ്. ഐ ഹാവ് എ പെൻ എന്നേ പറയുള്ളൂ. ഇനി ഹാഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കേസിലാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും അതൊന്നും നോക്കേണ്ട, ഹാഡ് ആയിരിക്കും പാസ്റ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഐ ഹാഡ് റിട്ടൺ ദി എക്സാമിനേഷൻ. ഷീ ഹാഡ് റിട്ടൺ ദി എക്സാമിനേഷൻ. ഹി ഹാഡ് റിട്ടൺ ദി എക്സാമിനേഷൻ. ഓക്കെ, ദേ ഹാഡ് റിട്ടൺ ദി എക്സാമിനേഷൻ. ദേ ഹാഡ് വാച്ച് ദാറ്റ് മൂവി. ഇവിടെയെല്ലാം ഹാഡ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. സെന്റൻസ് പാറ്റേൺ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. Now we are moving to do family. The do verbs are do, does and did. ഡു, ഡസ്, ഡിഡ് എന്നിവയെ ഓക്സിലിയറി വേർബ്സ് ആയിട്ടും അതുപോലെ തന്നെ മെയിൻ വേർബ്സ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇവയെല്ലാം സിമ്പിൾ ടെൻസുകളിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഡു, ഡസ് എന്നിവയ്ക്ക് ചെയ്യുന്നു, പ്രസന്റ് ടെൻസ് ആണ്, ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതേസമയം ഡിഡ് എന്നതിന്റെ അർത്ഥം ചെയ്തു എന്നതാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, we use do with plural subjects and also with the pronouns I, we, you and they. And we use does with singular subjects and the pronouns he, she and it. Did is the past form of both do and does. അതായത് ഐ, വി, യു, ദേ എന്നിവയോ വേറെ ഏതെങ്കിലും ബഹുവചന നാമങ്ങളോ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡു വേണം ഉപയോഗിക്കേണ്ടത്. ഐ, യു ഒഴികെ വേറെ ഏതെങ്കിലും സിംഗുലർ നൗൺസോ പ്രോനൗൺസോ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡസ് വേണം ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് ആര് തന്നെ ആയാലും പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഐ ഡു മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി ചെയ്തു, കഴിഞ്ഞ കാര്യമാണ്. ഐ ഡിഡ് മൈ വർക്ക്. രവി അവന്റെ ജോലി ചെയ്യുന്നു. രവി ഡസ് ഹിസ് വർക്ക്. രവി അവന്റെ ജോലി ചെയ്തു. രവി ഡിഡ് ഹിസ് വർക്ക്. ഓക്കെ, ഐ ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഒരു ഡു വേർബ് ഉണ്ട്, പക്ഷെ അത് കാണണമെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആക്കണം. ഐ ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പം ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പം അവിടെ ഡു വേർബ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി ലൈക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയില്ല. ഐ ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറയും, ബട്ട് ഹി ലൈക്ക് ചോക്ലേറ്റ് എന്നല്ല, ഹി ലൈക്സ് ചോക്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ലൈക്സ് മീൻസ് ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒന്നുകൂടെ വായിക്കുക. ഇത് ഇത്രയുമാണ് പ്രൈമറി ഓക്സിലിയറി സെക്ഷൻ. 3 ഫാമിലീസ്: ബി ഫാമിലി, ഹാവ് ഫാമിലി ആൻഡ് ഡു ഫാമിലി.
അടുത്ത വീഡിയോയിൽ മോഡൽ ഓക്സിലിയറീസ് നോക്കാം. താങ്ക് യു സോ മച്ച്.